ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2023-24 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമൊക്കെ ആവാനായി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എന്ന് നോക്കാം. നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. ഓക്കെ, ദെൻ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. റീഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ബിഫോർ യു സ്റ്റാർട്ട് റൈറ്റിംഗ്. എന്താണ്, നിങ്ങൾ എക്സാം എഴുതുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. യു ഹാവ് 50 minutes ഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 15 മിനിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. ദെൻ ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം 2 to 6. ഓക്കെ, 2 മുതൽ 6 വരെയുള്ളതിലെ ഏതെങ്കിലും 4 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഒന്നാമത്തെ ആക്ടിവിറ്റി ലിസൺ ആൻഡ് റൈറ്റ്. നിങ്ങൾ ലിസൺ ചെയ്യുക എന്നിട്ട് എഴുതുക. വാച്ച് ദ പിക്ചർ കെയർഫുള്ളി. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ടീച്ചർ നിങ്ങൾക്ക് ഒരു വീഡിയോയും കൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരും. അത് ലിസൺ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയില്ല വീഡിയോ എന്താണെന്ന്. അത് മാത്രമല്ല, ഇതായിരിക്കില്ല നിങ്ങൾക്ക് വരിക. ചിലപ്പം ഒരു പാരഗ്രാഫ് തന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതിൽ റെലവൻ്റ് ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി മുതൽ തുടങ്ങാം. ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. എന്താണ് കോൺവെർസേഷൻ? സംഭാഷണമാണ് അല്ലേ. ഓൺ ദ വേ ടു പാലസ് ബിംഗല മെറ്റ് നന്ദന ഹിസ് ഫ്രണ്ട്. എന്താണ്, പാലസിലേക്ക് പോകുന്ന വഴി നമ്മുടെ ബിംഗല നമ്മുടെ നന്ദന എന്ന് പറയുന്നത് അവൻ്റെ ഫ്രണ്ടാണ്, നന്ദനയെ കണ്ടു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നന്ദന ആൻഡ് ബിംഗല. ബിംഗലയും നന്ദനയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ബിംഗലയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ രാജാവ് സീഡൊക്കെ കൊടുത്തിട്ടുള്ള സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? നന്ദന പറയാണ്, ഹായ് ബിംഗല, ഗുഡ് മോർണിംഗ്. എന്താ പറയുക, ബിംഗല ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ ബിംഗല പറയും, ഗുഡ് മോർണിംഗ് നന്ദന. അപ്പോൾ നന്ദന വീണ്ടും ചോദിക്കുകയാണ്, വേർ ഇസ് യുവർ പ്ലാന്റ്? കാരണം അതിൽ പ്ലാന്റ് കാണുന്നില്ല അല്ലേ. വേർ ഇസ് യുവർ പ്ലാന്റ്? എവിടെയാണ് നിന്റെ പ്ലാന്റ്? അപ്പം ബിംഗല പറയും, മൈ സീഡ് ഈസ് ഡിഡിൻ സ്പ്രൗട്ട്. എന്താണ്, എൻ്റെ സീഡ് സ്പ്രൗട്ട് ചെയ്തില്ല, മുളച്ചില്ല എന്ന് പറയാണ്. അപ്പം നന്ദന ചോദിക്കും, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി? അപ്പം ബിംഗല പറയും, ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ഇറ്റ് ഡിഡിൻ സ്പ്രൗട്ട്. ഞാൻ എൻ്റെ മാക്സിമം നോക്കി, പക്ഷെ അത് മുളച്ചില്ല എന്ന് പറയാണ് അല്ലേ. അങ്ങനെ രണ്ടുപേരും നടത്താനിടയുള്ള ഒരു സ്മോൾ കോൺവെർസേഷനാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 3 ആണ്. പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെ കുറിച്ചുള്ള പോസ്റ്റർ ആണെന്ന് നോക്കാം. വൺ ഡേ അന്ന ആൻഡ് ഹെർ ഫ്രണ്ട് വെൻ ടു ദ സ്ട്രീം. എന്താണ്, അന്നയും ഫ്രണ്ടും കൂടെ സ്ട്രീമിലേക്ക് പോയി, അരുവിയിലേക്ക് പോയി. ദേ സോ ദ സ്ട്രീം കവേർഡ് വിത്ത് വേസ്റ്റ്. അപ്പോൾ എന്താ കണ്ടത് അവിടെ? ആ സ്ട്രീം ഫുള്ള് വേസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് കണ്ടത്. സ്ട്രീമിൽ ഫുള്ള് വേസ്റ്റ് ആയിട്ട് കണ്ടു. ദേ ഡിസൈഡഡ് ടു പ്രിപ്പയർ എ പോസ്റ്റർ. അങ്ങനെ അവരൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദെൻ ഇവിടെ നോക്കി, പിക്ചറിൽ എന്താണ്, വളരെ ഡേർട്ടി ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ അവരുണ്ടാക്കാനുള്ള പോസ്റ്ററാണ് പ്രിപ്പയർ എ പോസ്റ്റർ എഗെയിൻസ്റ്റ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നിങ്ങളിവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്താണ്, പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭംഗിയായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുക. അഥവാ ഇവിടെ വാട്ടർ പൊല്യൂഷനാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു അരുവിയോ അല്ലെങ്കിൽ പുഴയോ എന്തെങ്കിലും വരച്ച് അതിൽ ഫുള്ള് വാട്ടർ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന, അതുപോലെ തന്നെ ഒരു കുഴലിൽ നിന്നും പോലെ വേസ്റ്റ് ഒക്കെ വീഴുന്ന, കുറേ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കുന്ന അത്തരത്തിലുള്ള ഒരു പിക്ചർ വരയ്ക്കുക. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് സേവ് വാട്ടർ, സ്റ്റോപ്പ് വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സ് എഴുതി കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഫുള്ള് മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ സേവ് വാട്ടർ, സ്റ്റോപ്പ് വാട്ടർ പൊല്യൂഷൻ എന്ന് സിമ്പിളായിട്ട് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ഒരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. റീഡ് ദ പിക്ചർ സ്റ്റോറി. ഇവിടെ തന്നിട്ടുള്ള പിക്ചർ സ്റ്റോറി നിങ്ങളുടെ അടുത്തൊന്ന് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വൈ ആർ യു ക്രൈം മൈ ഫ്രണ്ട്? എന്തിനാണ് എൻ്റെ ഫ്രണ്ടേ നീ കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? ഒരു എലിഫൻ്റ് ആണ് ചോദിക്കുന്നത് അല്ലേ. ഐ ലോസ് മൈ വേ, ഐ വാണ്ട് ടു ഗോ ഹോം. എന്താണ്, എനിക്ക് എൻ്റെ വഴി തെറ്റിപ്പോയി, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയാണ്. ഡോണ്ട് ക്രൈ, ഐ വിൽ ഹെൽപ്പ് യു, കം വിത്ത് മീ. നീ കരയൊന്നും വേണ്ട, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ്. ബട്ട് ഹൗ? എങ്ങനെ? ഡു യു നോ മൈ ഹോം? നിനക്ക് എൻ്റെ വീട് അറിയുമോ? ഡു യു നോ മൈ ഹോം? നിനക്ക് എൻ്റെ വീട് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താ പറയുന്നത്? ഈസ് ദിസ് യുവർ ഹോം? അപ്പം മേലേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, ഇതാണോ നിന്റെ ഹോം എന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? എലിഫൻ്റ് ആണല്ലേ, ഹണീബിയോട് ചോദിക്കുകയാണ്.
ഹണീബി പറയാണ് നോ ഇറ്റ്സ് എ നെസ്റ്റ്, അതെന്റെ വീടല്ല, അതൊരു നെസ്റ്റ് ആണ്. എ ബേർഡ്സ് ഹോം, അതൊരു ബേർഡിന്റെ ഹോമാണെന്ന് പറയാണ്. പിന്നെയും എലിഫന്റ് ചോദിക്കുകയാണ് ദിസ് മസ്റ്റ് ബി യുവർ ഹോം, ഇതെന്തായാലും നിന്റെ ഹോം ആയിരിക്കും എന്ന് പറയാണ്. അപ്പൊ ഹണീബി എന്താ പറയുന്നത്, ഓ നോ ദിസ് ഈസ് എ ബാറ്റ്സ് ഹോം, ഇതെന്താണ് ബാറ്റിന്റെ ഹോമാണ് എന്ന് പറയാണ്. എന്റെ ഹോം അല്ല, അത് ബാറ്റ്സ് ഹോം ആണെന്ന് പറയാണ്. ദെൻ വാട്ട് അബൌട്ട് ദീസ്, അപ്പോൾ ചോദിക്കുകയാണ് മേലേക്ക്, ആ മരത്തിന്റെ മേലേക്ക് ചൂണ്ടിട്ട് ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് ദീസ്, എന്താണ് ഇത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് യെസ് ദിസ് ഇസ് മൈ ഹോം താങ്ക് യു, ഇതാണ് എൻ്റെ വീട് താങ്ക് യു എന്ന് പറയാണല്ലേ. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പിക്ചർ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കൂ. റൈറ്റ് ദ ഇവന്റ്സ് ആസ് എ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്, ഇത് നിങ്ങളുടെ വേർഡ്സിൽ ഒരു സ്റ്റോറി ആയിട്ട് ചെറുതായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിലും കൊടുക്കാവുന്നതാണ് കേട്ടോ, ഒരു നല്ല ഹെഡിങ്ങും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. വൺ ഡേ ആൻ എലിഫന്റ് മെറ്റ് എ ഹണി ബി ഇൻ ദ ഗാർഡൻ, എന്താണ് ഒരു ദിവസം എലിഫന്റ് ഒരു ഹണി ബിയെ ഗാർഡനിൽ വെച്ച് കണ്ടു. ഷീ സിറ്റിംഗ് ഓൺ എ ഫ്ലവർ ആൻഡ് ക്രൈയിങ്, എന്താണ് അവളൊരു ഫ്ലവറിന്റെ മീതെ ഇരുന്നിട്ട് കരയുകയായിരുന്നു. വൈ ആർ യു ക്രൈയിങ് മൈ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻ ടു യു, ദ എലിഫന്റ് ആസ്ക്, അങ്ങനെ എലിഫന്റ് ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ ഹണീബി സേഡ്, ഹണീബി പറഞ്ഞു ഐ ലോസ് മൈ വേ ഐ വാണ്ട് ടു ഗോ മൈ ഹോം, എന്താണ് എനിക്ക് എന്റെ വഴി തെറ്റിപ്പോയി, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയാണ്. ഡോണ്ട് ക്രൈ ഐ വിൽ ഹെൽപ്പ് യു കം വിത്ത് മീ, എലിഫന്റ് സൈഡ്, അപ്പൊ എലിഫന്റ് പറഞ്ഞു നീ കരയണ്ട, നീ എന്റെ കൂടെ വായോ എന്ന് പറയാൻ. അപ്പൊ ഹണീബി ആസ്ക്ഡ് ഹിം ദാറ്റ്, അപ്പോൾ ഹണീബി വീണ്ടും ചോദിക്കുകയാണ് ബട്ട് ഹൗ ഡു യു നോ മൈ ഹോം, എങ്ങനെ ഞാൻ നിന്റെ കൂടെ വരും, നിനക്ക് എന്റെ വീട് അറിയോ എന്ന് ചോദിക്കാൻ. ദെൻ ദേ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ഹണീബീസ് ഹോം, അങ്ങനെ അവർ ഹണീബിയുടെ വീട് തെരഞ്ഞിങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. അറ്റ് ഫസ്റ്റ് ദേ റീച്ച്ഡ് എ ഹോം ബട്ട് ഇറ്റ്സ് നോട്ട് എ ഹണീബീസ് ഹോം, അങ്ങനെ എന്താണ് അവർ ആദ്യം പോയത് ഹണീബിയുടെ വീട്ടിലായിരുന്നില്ല. ആഫ്റ്റർ സം ടൈം ദേ സോ എ ട്രീ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു ട്രീ കണ്ടു. ദർ ഈസ് എ ഹോം ഓഫ് ഹണി ബി ഇൻ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ, അങ്ങനെ എന്താണ് ആ ട്രീയുടെ മുകളിലായിട്ട് അതിന്റെ ബ്രാഞ്ചിന്റെ അടുത്തായിട്ട് ഹണീബിയുടെ ഹോം കണ്ടുപിടിച്ചു. ഹണീബി താങ്ക്ഡ് എലിഫന്റ് ഹാപ്പിലി, അങ്ങനെ ഹണീബി എലിഫന്റിനോട് വളരെ സന്തോഷത്തോടു കൂടി താങ്ക് യു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി തന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്മോൾ സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് ആക്ടിവിറ്റി ആണ് സീക്വൻസ് ദ ഇവന്റ്സ്. താഴെ ഒരു ഇവന്റ്സ് വന്നിട്ടുണ്ട്, അതിന്റെ സീക്വൻസ് നോക്കാനാണ് പറയുന്നത്. ദ കിങ് ടുക്ക് ബിംഗല ടു ഹിസ് വെജിറ്റബിൾ ഗാർഡൻ, എന്താണ് കിങ് ബിംഗലയെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് കൊണ്ടുപോയി. ഹി ഗേവ് ബിംഗല എ ടൊമാറ്റോ സാപ്ലിംഗ്, അങ്ങനെ ടൊമാറ്റോയുടെ സാപ്ലിംഗ് ഒരു ചെറിയ തൈ ബിംഗലക്ക് കൊടുത്തു. വാട്ട് ഡിഡ് ഹി ഡു വിത്ത് സാപ്ലിംഗ്, അങ്ങനെ എന്താണ് ആ സാപ്ലിംഗ് കൊണ്ട് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ, താഴെയുള്ള പിക്ചർ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഹി വാട്ടേർഡ് ദ പ്ലാന്റ് എവറി ഡേ, എല്ലാ ദിവസവും അവനെ അത് വാട്ടർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ നോക്കൂ, ഈ പ്ലാന്റഡ് ദ സാപ്ലിംഗ് കെയർഫുള്ളി, ആ സാപ്ലിംഗ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കുഴിച്ചിട്ടു. ഹി ഹാർവെസ്റ്റഡ് ദ റൈപ്പ് ടൊമാറ്റോസ്, അങ്ങനെ റൈപ്പ് ടൊമാറ്റോ പഴുത്ത ടൊമാറ്റോ ഒക്കെ അവന് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. ബിംഗള ഡിഗ്ഡ് ദ ലാൻഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ്, അവന് മണ്ണൊക്കെ കുഴിക്കാൻ തുടങ്ങി ആ ഒരു തൈ നടാൻ വേണ്ടിയിട്ട്. ഹി ഗേവ് മാനുവർ ടു ദ പ്ലാന്റ്, ആ പ്ലാന്റിന് വളമൊക്കെ ഇട്ടുകൊടുത്തു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോപ്പർ ഓർഡർ ആൻഡ് റൈറ്റ് ദം ബിലോ. താഴെ തന്നിട്ടുള്ള സ്പേസിൽ നിങ്ങളത് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ നമ്പർ പറഞ്ഞു തരാം, അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ വരുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്, ബിംഗള ഡിഗ്ഡ് ദ ലാൻഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ്, ആ സാപ്ലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, അത് നടാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് വരേണ്ടത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹി പ്ലാന്റഡ് ദ സാപ്ലിംഗ് കെയർഫുള്ളി, അതിനുശേഷം ആ ഒരു സാപ്ലിംഗ് അവന് കറക്റ്റായിട്ട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് നട്ടുപിടിപ്പിച്ചു. ദെൻ ഹി വാട്ടേർഡ് ദ പ്ലാന്റ് എവറി ഡേ, അങ്ങനെ എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിച്ചു. ദെൻ ഹി ഗേവ് മാനുവർ ടു ദ പ്ലാന്റ്, അവന് അതിന് വേണ്ടിയിട്ട് വളമൊക്കെ ഇട്ടുകൊടുത്തു. ലാസ്റ്റ് വരുന്നത് ഹി ഹാർവെസ്റ്റഡ് ദ റൈപ്പ് ടൊമാറ്റോസ്, അതാണ് ലാസ്റ്റ് വരേണ്ടത്. അപ്പോൾ ഈ ഓർഡറിൽ താഴെ എഴുതുകയാണ് നിങ്ങൾ വേണ്ടത്. ഓക്കെ, താഴെ സ്പേസ് നമുക്ക് അതിനായിട്ട് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ആക്ടിവിറ്റി ക്രോസ് വേർഡ് പസിലാണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഡൗൺ ആണ്. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹെർ, എന്താണ് അന്ന ആ കോർണറിൽ അവന്റെ കോർണറിൽ വെച്ച് നോക്കി. എവിടെയാണ്, എന്തുകൊണ്ടാണ് നോക്കിയത്, ഓഫ് ഹെർ ഐസ്, അവിടെ എന്താ വേണ്ടത്, ഐസ് എന്നാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഈ തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെ എഴുതി തരാം. നിങ്ങൾ ഈ പസിലിൽ നിങ്ങൾ അതൊന്ന് എഴുതി കൊടുത്താൽ ഈ ഒരു ആൻസർ ആവും. The second one, the boat was caught in a heap of
ഡാഷ് ആൻഡ് സ്റ്റോൺ. എവിടെയാണ് അത് കുടുങ്ങിയത്? മഡ് ആൻഡ് സ്റ്റോൺ. അപ്പോൾ അവിടെ മഡ് എന്നാണ് എഴുതേണ്ടത്, MUD, മഡ്. ദെൻ തേർഡ് വൺ, ദ ബോയ് ഗേവ് ദ ഡാഷ് ടു അന്ന. ആ ബോയ് അന്നക്ക് കൊടുത്തു. എന്താ കൊടുത്തത്? ബോട്ടായിരുന്നു അല്ലെ. അപ്പൊ BOAT, ബോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അക്രോസ് നോക്കൂ, ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ ഡാഷ് ആൻഡ് സേവ് ദ ബോട്ട്. ആ ബോയ് അതിലേക്ക് ചാടി, എന്നിട്ട് ആ ബോട്ടിനെ സേവ് ചെയ്തു. എന്തിലേക്കാണ് ചാടിയത്? യെസ്, സ്ട്രീം. അപ്പോൾ അവിടെ സ്ട്രീം എന്ന് കൊടുക്കണം, STREAM, സ്ട്രീം. ദ ഫിഫ്ത്ത് വൺ, വാട്ടർ ഡാഷ് അഗെയിൻസ്റ്റ് ദ ബോട്ട്. വാട്ടർ എന്താ ഉണ്ടായത് അവിടെ? സ്പ്ലാഷ്ഡ് ആണ് അല്ലെ, സ്പ്ലാഷ്ഡ്. അപ്പോൾ അവിടെ SPLASHED, സ്പ്ലാഷ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് വേർഡ് പസിൽ നിങ്ങൾക്ക് എക്സാമിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.